എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ട മാതൃകയിൽ നമുക്ക് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഇതേ രീതിയിൽ എഴുതുന്ന വീഡിയോകൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്കിലൂടെ വിശദീകരിക്കുന്നത്. വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് ഒരു ആപ്പിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോകുക. അതിൽ ബെനിമി എന്ന് ടൈപ്പ് ചെയ്യുക. BENIME ബെനിമി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കവിടെ ബെനിമി വൈറ്റ് ബോർഡ് ആനിമേഷൻ ക്രിയേറ്റർ എന്നുള്ളത് ഫസ്റ്റിലെ തന്നെ ഡിസ്പ്ലേ ആകും. സ്പെല്ലിംഗ് തെറ്റാതെ കൊടുക്കുക. BENIME ബെനിമി. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓൾറെഡി ഞാൻ ബെനിമി എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഇവിടെ അപ്ഡേറ്റ്സ് അതിൻ്റെ പുതിയ അപ്ഡേറ്റ്സിൻ്റെ ഒരു ഇത് വന്നു. നിങ്ങൾക്കാണെങ്കിൽ അത് ഇൻസ്റ്റാൾ എന്നേ കാണിക്കത്തുള്ളൂ. നിങ്ങൾ ജസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ബെനിമി എന്ന ആപ്ലിക്കേഷൻ്റെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ വന്നതിന് ശേഷം നാം ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ ഓൾറെഡി കുറച്ച് വർക്കുകൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളതുകൊണ്ടാണ് അതിൻ്റെ ഇതെല്ലാം നിങ്ങൾക്കിവിടെ കാണുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പുതുതായിട്ടൊരു വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം ചോദിക്കുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ഒരു പേര് കൊടുക്കാനാണ്. ഇവിടെ സാമ്പിൾ 1 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ക്രിയേറ്റ് മൂവി എന്ന് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇവിടെ ഓപ്ഷൻ നമുക്കുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന യൂട്യൂബിൻ്റെ ടൈപ്പ് വീഡിയോസ് ആണോ എങ്കിൽ നാം ഡിഫോൾട്ടായിട്ട് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ചൊന്നും മാറ്റം വരുത്തേണ്ട കാര്യമില്ല. പേര് കൊടുക്കുക, ക്രിയേറ്റ് മൂവി കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു ഇൻ്റർഫേസിലെത്തും. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വൈറ്റാണ് കാണുന്നത്. നിങ്ങൾക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആദ്യമേ ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ BG എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ സ്ലൈഡർ മാറ്റി നമുക്ക് ഒരുപാട് കളേഴ്സിലോട്ട് വന്നതിന് ശേഷം ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നാം സെലക്ട് ചെയ്യുന്ന കളർ ഇവിടെ വരും. വീണ്ടും നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നാം എന്ത് ടെക്സ്റ്റാണോ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി T കൊടുക്കുക. ഇവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്നാണ് ടൈപ്പ് ചെയ്തത്. അത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് കൊടുക്കുക. ഇൻസേർട്ട് കൊടുത്തതിന് ശേഷം നാം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇതിൻ്റെ നിറം മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ ബ്ലാക്ക് കളർ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ സ്ലൈഡർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ബ്ലൂ കളറിലോട്ട് മാറ്റണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ താഴെ ഒരു സ്ലൈഡർ നമുക്ക് ശ്രദ്ധിച്ചാൽ ഇതിനെ നമുക്ക് ഒറ്റ ലൈനിൽ കിടക്കുന്നതിനെ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് 1, 2, 3 ലൈൻസിലോട്ട് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ സ്ലൈഡർ മാറ്റിയാൽ മതി. വീണ്ടും വലത്തോട്ട് ചെയ്യുമ്പോൾ അത് ഒറ്റ ലൈനിലോട്ട് വരും. അത് നമ്മുടെ ആവശ്യകത അനുസരിച്ചാണ്. ഇപ്രകാരം ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇത് ഇനി ഏത് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള രീതിയിലാണ് വരേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഹാൻഡ് സിമ്പലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ പല രീതിയിലുള്ളതുണ്ട്. നമുക്കൊരു ഈ പറഞ്ഞ രീതിയിൽ മയിൽപ്പീലിയുടെ ഇതാണ് വരുമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ രീതിയിലാണ് വന്നത്. മറ്റൊരു രീതിയിലോട്ട് ഒരു നമ്മുടെ ഹാൻഡിൻ്റെ സിമ്പിൾ തന്നെ ഹാൻഡ് തന്നെ വരണമെങ്കിൽ ജസ്റ്റ് ഹാൻഡ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇത് പല രീതിയിലുള്ളതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഒരുപക്ഷെ നമുക്കിതിൻ്റെ നമ്മളെപ്പോഴും ടെക്സ്റ്റിൽ മാറ്റം വരണമെങ്കിൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്കിതിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മലയാളത്തിന് വ്യത്യസ്തമായ ഫോണ്ട് നമുക്ക് കിട്ടത്തില്ല. ഇംഗ്ലീഷ് ആണെങ്കിൽ പല രീതിയിലുള്ള പല സ്റ്റൈലിലോട്ട് തന്നെ മാറ്റാൻ പറ്റും. മലയാളത്തിൻ്റെ ഫോണ്ടുകൾ ഒരൊറ്റ ഫോണ്ടിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് പല രീതിയിലോട്ട് മാറ്റം വരുത്താനൊക്കെ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും മലയാളത്തെ ഫോണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ വെച്ചിട്ടും ഫോണ്ട് മാറ്റിയാലും അത് വലിയ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇവിടെ അലൈൻമെൻറ്റ് ലെഫ്റ്റ്, ഇവിടെ സെൻറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെൻട്രലൈസ് ആവും. റൈറ്റ് ആണെങ്കിൽ റൈറ്റ് അലൈൻഡ് ആവും. അത് അലൈൻമെൻറ്റ് ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാം. വീണ്ടും ടെക്സ്റ്റിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ പെൻ മാർക്ക് ഇവിടെ കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടൊപ്പം എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുകയോ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കണ്ട രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തപ്പോൾ അത് അധികം നല്ല വേഗതയിലാണെങ്കിൽ സ്പീഡിലാണ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്പീഡ് എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഡ്യൂറേഷൻ ഇവിടെ 2 ആണ് കാണിക്കുന്നത്. അതിനെ നമ്മൾ ഇപ്പോൾ ഞാൻ 6 എന്ന് പറഞ്ഞാൽ 6 സെക്കൻഡ്സിൻ്റെ ഡിലേ കൊണ്ട് അല്ലെങ്കിൽ 6 സെക്കൻഡിൻ്റെ ഡ്യൂറേഷൻ കൊണ്ട് ഇത് എഴുതുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം സാവധാനത്തിലായിരിക്കും കാണുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.
നേരത്തെ കണ്ടതിനേക്കാളും വളരെ വേഗത കുറഞ്ഞാണ്. അപ്പോൾ ഇതിൻ്റെ വേഗത ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഡ്യൂറേഷൻ. നമ്മൾ വേഗത ഒരു 10 സെക്കൻഡ് 10 എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അത് കൊടുത്തതിന് ശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കണം. കൊടുത്തതിന് ശേഷം വീണ്ടും പ്ലേ കൊടുക്കുമ്പോൾ അത്രയ്ക്കും വളരെ ഡിലേ ആയിട്ടായിരിക്കും നമുക്ക് ആ എഴുത്തിൻ്റെ വേഗത കാണാൻ സാധിക്കുന്നത്. അപ്രകാരം ഇത്തരത്തിൽ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് നമുക്ക് സ്ലൈഡുകൾ ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും. വീണ്ടും നമുക്ക് ഒന്നാമത്തെ സ്ക്രീനിൽ ഇതാണ് വരേണ്ടത്. അടുത്ത സ്ക്രീനിൽ വരണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട്. ആ പ്ലസ് സൈനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് പുതിയൊരു കണ്ടൻറ്റ് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഒരു ഇംഗ്ലീഷാണ് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ വെൽക്കം ടു ICT ക്ലാസ് എന്ന് കൊടുത്തു. ഇപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഫോണ്ടുകൾ ഇംഗ്ലീഷ് ഫോണ്ടിൻ്റെ മാറ്റം നൽകുന്നെങ്കിൽ വളരെ എളുപ്പമാണ്. ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റൈലിലോട്ട് മാറ്റാം. നമുക്കിതിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് ഈ പ്രകാരം വലിപ്പം കൂട്ടാം. വേറൊരു ഫോണ്ടിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ രീതിയിൽ കൊടുക്കാം. വീണ്ടും ഇതും വേറൊരു ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഇതാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഹാൻഡാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇവിടെ കോമൺ ആയിട്ട് ഏത് സ്ലൈഡിലും ഒരു ഇത് സെറ്റ് ചെയ്താൽ അത് എല്ലാ സ്ലൈഡിനും ബാധകമായിരിക്കും. ഒന്നാമത്തെ സ്ലൈഡിന് നമ്മൾ മയിൽപ്പീലി സെറ്റ് ചെയ്തു, രണ്ടാമത്തിന് ഹാൻഡ് കൊടുത്താലും അവസാനം സെറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാത്തിനും ബാധകമായിരിക്കും വരുന്നത്. ഉദാഹരണത്തിന് ഞാനിവിടെ ഫെദറിൻ്റെ ഇത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്ലൈഡിനും ഫെദറിൻ്റെ ആ എഫക്റ്റ് വെച്ച് വരത്തുള്ളൂ, രണ്ടാമത്തെ സ്ലൈഡിനും ഫെദറിൻ്റെ എഫക്റ്റ് വെച്ച് വരത്തുള്ളൂ. ഡിയർ ഫ്രണ്ട്സ്, ഇപ്രകാരം നമുക്കൊരു ഓണാശംസകൾ എന്നുള്ള രീതിയിൽ ഇതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മറ്റ് ആശംസകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ടൈറ്റിൽസൊക്കെ കൊടുക്കാൻ ഇതുപോലൊരു വീഡിയോ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. നമുക്കിതിനോടൊപ്പം ഒരു ചിത്രം കൂടി ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് ഈ സ്റ്റിക്കേഴ്സിലാണ്. ഇവിടുത്തെ സ്റ്റിക്കേഴ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഡെമോയ്ക്ക് വേണ്ടി മാത്രം ഇവിടെ ഒരു സ്റ്റിക്കേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പിക്ക് യുവർ ഓൺ എന്ന് പറഞ്ഞിട്ട് ഇതിനുണ്ട്. അവിടെ ആഡ് ഇമേജ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓൾറെഡി ഞാൻ കുറച്ച് ഇമേജുകൾ റീസെൻ്റായിട്ട് കിടക്കുന്നുണ്ട്, അതിനകത്തുനിന്നൊരു ഇതെടുക്കുന്നു. ഒരു ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് നമുക്കിവിടെ വരും. അതിൻ്റെ വലുപ്പം നമുക്കിങ്ങനെ വലുതാക്കി ഈ സ്ലൈഡർ ഉപയോഗിച്ച് കൂട്ടാം. അതിന് വലുപ്പം നമുക്ക് കുറയ്ക്കണമെങ്കിൽ ഈ സ്ലൈഡർ ഉപയോഗിച്ച് കുറച്ചിട്ട് നമുക്ക് എവിടെയാണോ വരേണ്ടത് അവിടെ കൊണ്ട് പൊസിഷൻ ചെയ്യാം. ടെക്സ്റ്റ് വേണമെങ്കിൽ കുറച്ച് മാറ്റി വയ്ക്കാം. ഈ പിക്ചർ നമുക്കിവിടെ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്ലൈഡ് തൊട്ടാണ് അത് റണ്ണാകുന്നത്. നമുക്കൊരു ഒറ്റ സ്ലൈഡ് മതിയെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. 2 സ്ലൈഡാണെങ്കിൽ 2 സ്ലൈഡ് ചെയ്യുക. അതെല്ലാം നമ്മുടെ ആവശ്യകതയാണ്. ഇപ്രകാരം നമ്മൾ ചെയ്തതിന് ശേഷം നാം ചെയ്യേണ്ടത് ഇവിടെ ഈ വർക്ക് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ സേവായി കിടക്കണമെങ്കിൽ നമ്മൾ സേവ് ജസ്റ്റ് കൊടുക്കുക. സേവ് പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത പേരിൽ അത് സേവ് ആകും. ഇതിനെ ഒരു വീഡിയോ ആയിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഷെയർ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ഇപ്പോൾ ഞാൻ ഇതിന് വേറൊരു പേര് കൊടുക്കുന്നു, ടെസ്റ്റ് 1 എന്ന് വേണമെങ്കിൽ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം മേക്ക് മൂവി എന്ന് കൊടുക്കുന്നു. മേക്ക് മൂവി എന്ന് കൊടുക്കുമ്പോൾ ഇതിനെ ഒരു വീഡിയോ ഫയലായിട്ട് സേവ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്രകാരം ചെയ്യുന്ന ഫയലിനെ നമുക്ക് ഇവിടെ വെച്ച് പ്ലേ ചെയ്ത് നോക്കാം. അല്ല എങ്കിൽ നമുക്ക് ഇതിനെ ഡയറക്റ്റായിട്ട് ഷെയർ കൊടുത്തിട്ട് ഷെയർ കൊടുക്കുമ്പോൾ ഇവിടെ ഏതിലോട്ടാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് കാണാം. ഇപ്രകാരം നമുക്ക് ഇതിലൂടെ വാട്സാപ്പിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇപ്രകാരം നമുക്ക് നമ്മുടെ ആവശ്യകത അനുസരിച്ച് ടൈറ്റിൽസൊക്കെ കൊടുക്കുന്നതിനും അല്ലെങ്കിൽ ആശംസകൾ അർപ്പിക്കുന്നതിനുമുള്ള വീഡിയോകൾ നമുക്ക് മനോഹരമായി ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇതിനകത്തുള്ള ടൂളുകളൊന്ന് നന്നായിട്ട് പരിചയപ്പെടുക. ഇതിനകത്ത് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് സ്റ്റിക്കേഴ്സ് എന്ന ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ട്. ഈ ഡ്രോയിങ്സുകളെയൊക്കെ നമുക്ക് ഇവിടെ ഇൻസർട്ട് ചെയ്ത് നമുക്ക് കൂടുതൽ എഫക്റ്റുകളൊക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക. ഡ്രോയിങ്സിനകത്ത് തന്നെ ഒരുപാട് നല്ല ഇവിടെ പ്രോ എന്ന് കണ്ടാൽ അത് നമുക്ക് പെയ്ഡായിട്ടുള്ളതാണ്, നമുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല. പ്രോ അല്ലാത്ത ഇപ്പോൾ കിച്ചൻസിൻ്റെ ഇതൊക്കെ നോക്കണമെങ്കിൽ പ്രോ എന്ന് കാണും. പ്രോ എന്ന് പറഞ്ഞാൽ പെയ്ഡ് വെർഷൻ്റെ ഇതാണ്. ഷേപ്സുകളൊക്കെ ഇൻസേർട്ട് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയുള്ള ഈ ഷേപ്സിനകത്ത് എന്തെങ്കിലും എഴുതി കാണിക്കുകയെങ്കിൽ ചെയ്യാം. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങളുടെ ഇമേജൊക്കെ ക്ലിക്ക് ചെയ്യുമെങ്കിൽ പിക്ക് യുവർ ഓൺ എന്ന് കൊടുത്തിട്ടാണ് നമുക്ക് നമ്മുടെ ആഡ് ഇമേജ് കൊടുത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്.
ഇപ്രകാരം നമുക്ക് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് മ്യൂസിക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഓൾറെഡി ഉള്ള മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് ട്രാക്ക് ക്ലിക്ക് ചെയ്ത് മ്യൂസിക് ആഡ് ചെയ്യാം. പകരം നിങ്ങൾക്ക് സ്ലൈഡർ റൺ ചെയ്യുമ്പോൾ നിങ്ങളുടേതായ വോയിസ് തന്നെ കാണിക്കണമെങ്കിൽ വോയിസ് ഓവർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ സംസാരിക്കുമ്പോൾ അത് റെക്കോർഡ് ആകുകയും ചെയ്യും. നിങ്ങൾ ഇതൊന്നൊക്കെ ഒന്ന് നന്നായിട്ട് പരിചയപ്പെടുക. ഈ ആപ്പിനെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക വിവരമാണ് ഞാൻ തന്നത്. നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അനുസരിച്ച് കൂടുതൽ ചെയ്യാൻ സാധിക്കും. എല്ലാവരും അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള ചോയ്സിനനുസരിച്ച് ഇതുപോലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. താങ്ക് യു വെരി മച്ച്.